ജാസ്മിനും ഗിബ്രിയും നമ്മുടെ ജാൻമുനിയും കൂടി ഇപ്പോൾ ലൈവിൽ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു നേരം മുമ്പ്. ഇന്നലത്തെ ആ ഒരു സംഭവത്തില് ജാൻമുനി വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ജാൻമുനിയാണ് പവർ ടീമിൽ നടന്ന ഡിസ്കഷൻ ഋഷിയുടെ ചെവിയിലേക്ക് എത്തിച്ചു കൊടുത്തത്. അപ്പൊ ജാസ്മിനും ഗിബ്രിയും കൂടി ഇപ്പോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജാൻമുനിയെ കൂടെ കൂട്ടുക എന്നൊരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് ജാൻമുനിയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. റോക്കി, ഋഷി ഇവരൊക്കെ കുറെ കുറ്റങ്ങൾ കലർത്തിയാണ് ജാൻമുനിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ജാസ്മിൻ പറയുന്ന ഒരു കാര്യം, ഞാനും ഇവനും തമ്മിൽ പ്രേമമാണെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് എന്താണ് പ്രശ്നം? ഞാനൊരു ഇൻഡിവിജ്വൽ, ഇവനൊരു ഇൻഡിവിജ്വൽ. ഇതിനെക്കുറിച്ച് ഇപ്പോ യമുന റാണിയോടും ജാസ്മിൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഇത് കേട്ടോണ്ടിരുന്നപ്പോ എനിക്ക് തോന്നിയത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നമ്മൾ പ്രേക്ഷകർക്ക് ഒരു സ്മോക്ക് സ്ക്രീൻ ആണ്, ഒരു പുകമറയാണ്. ഇവർ തമ്മിൽ എന്താണ് എന്നതിൽ പ്രേക്ഷകർക്കെങ്കിലും ഒരു ക്ലാരിറ്റി തരേണ്ടത് ഇവരുടെ രണ്ടുപേരുടെ ഉത്തരവാദിത്തമാണ്. കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ഷോ ആണ് ഇത്. ഇവരുടെ ഫാമിലീസും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേക്ക് ലവ് സ്ട്രാറ്റജി, അതിന്റെ വൈബാണ് കാണിക്കുന്നത്. അവിടെ നിൽക്കാൻ ജാസ്മിനും ഗബ്രിയും കളിക്കുന്ന നാടകം, അതാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ റിലേഷൻഷിപ്പിന് ഒരു ക്ലാരിറ്റി നമുക്ക് തരാത്തിടത്തോളം ഇങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് 5 സീസണും കണ്ട് എങ്ങനെയാണ് ഔട്ട് പോകുന്നത് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒഫീഷ്യലായിട്ടങ്ങ് പ്രേക്ഷകരെ അറിയിക്കൂ. ഔട്ട് പോകുന്നത് എന്താണെന്ന് അറിയാവുന്ന കണ്ടസ്റ്റന്റ് അല്ലേ? ജാസ്മിനും ഗബ്രിയും അതിനകത്ത് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഡബിൾ സ്റ്റാൻഡ്.